ചൂരൽമലയിൽ നിന്ന് അവിടെ ചൂരൽമല വാർഡ് മെമ്പർ സുകുമാരൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സുകുമാരൻ, 4-ാം മാസം നിങ്ങൾ നേരിട്ട ദുരന്തത്തിന് 4 മാസം പിന്നിടുമ്പോൾ നമ്മൾ വീണ്ടും ഇത് ചർച്ച ചെയ്യുകയാണ്. ഞങ്ങളുടെ മാധ്യമ സംഘം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ്, പുനരധിവാസം എവിടെ എത്തിയെന്ന പരിശോധനയും നടത്തിയതാണ്. നിരാശാജനകമാണ് കാര്യങ്ങൾ, ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ് ആ കാര്യങ്ങൾ. എന്താണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ആദ്യം നൽകിയ, നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും ടൗൺഷിപ്പ് രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് കാലതാമസമുണ്ടാകും, സാങ്കേതിക നടപടിക്രമങ്ങളുണ്ടാകും. ആദ്യഘട്ടത്തിലെ നിങ്ങളുടെ പുനരധിവാസമായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഒരു വെല്ലുവിളി. അതിന് ചില നടപടികളൊക്കെ നടന്നിരുന്നു. ആദ്യമുണ്ടായ ആർജവം പിന്നീട് ഉണ്ടായില്ല എന്നത് തന്നെയാണോ സംഭവിച്ചത്? ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ചൂരമല ടൗണിലാണ്. ഞാൻ ജൂലൈ 30 ഓർത്തു പോവാണ് ഈ ദിവസം. അന്ന് നമ്മളെ അറിയാലോ, നമുക്ക് ഒരു അത്രയും ജനങ്ങളെ കൂട്ടമായിരുന്നു പ്രദേശം. കരച്ചിലും അതുമായി ബന്ധപ്പെട്ട ദുഃഖങ്ങളും നഷ്ടങ്ങളും എല്ലാം ഉള്ളൊരു ദിവസമായിരുന്നു ആ ജൂലൈ 30. ഈ ദിവസം ഇന്നേക്ക് 4-ാമത്തെ മാസമാണ്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് പല നിർദ്ദേശങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. സ്ഥലമെടുപ്പ് വരെ ഇതുവരെ പൂർത്തീകരിച്ചില്ല. ഇന്ന് രാവിലെ റവന്യൂ മിനിസ്റ്റർ ചാനലിലുള്ള ചർച്ച ഞാൻ കണ്ടിരുന്നു. 9ഓളം സ്ഥലങ്ങൾ കണ്ടെത്തി. അതുപോലെ തന്നെ മത്തായി കമ്മീഷൻ സ്ഥലങ്ങൾ പോയി പരിശോധിച്ചു. ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം കണ്ടെത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശരി, ഇപ്പോഴും അത് നിയമക്കുരുക്കിൽ കിടക്കുകയാണ്. എച്ച്എമ്മിന്റെ ഭൂമിയായാലും ശരി, അതുപോലെ തന്നെ കൽപ്പറ്റയുടെ നമ്മളെ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടാണ് ശരി, എങ്ങും എത്തിയില്ല. സാധാരണ എല്ലാം ബാധിച്ച ആൾക്കാർ ഇപ്പോഴും റോഡിലാണ്. റോഡിലെന്ന് പറയാൻ കാരണം നമ്മളിപ്പോ പല സംഘടനകളും പല രാഷ്ട്രീയ പാർട്ടികളും സമരവുമായി ബന്ധപ്പെട്ടു പോവുകയാണ്. ഇന്നടക്കം കലക്ടറേറ്റ് മാർച്ചും കാര്യങ്ങളും നടക്കണം ഈ ദിവസം. ഒരു വാർഡ് മെമ്പർ എന്നതിൽ എനിക്ക് പറയാനും, അതുപോലെ തന്നെ പ്രദേശത്ത് ഞാൻ ജനിച്ച പ്രദേശം കൂടിയാണ് എന്റെ വാർഡ്. അപ്പൊ എനിക്ക് നമുക്കൊക്കെ കൃത്യമായിട്ട് അറിയാം അതിന് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. എത്രയായാലും ശരി, എത്രയും പെട്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് ഈ പറയുന്ന നമ്മളെ എല്ലാം ബാധിച്ച ആൾക്കാർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള ആ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയണം. മെയിനായിട്ട് എനിക്കതാ പറയാനുള്ളത്. എല്ലാവരും പട്ടിണിയിലാണ് ഉള്ളത്. മുൻകാലങ്ങളിലൊക്കെ ഈ പറയുന്ന 4 മാസം കുറെ സംഘടനകളൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോ അധികമൊന്നും നമുക്ക് മറ്റുള്ള സന്നദ്ധ സംഘടനകളുടെ സഹായം കാര്യങ്ങളും കിട്ടുന്നില്ല. അപ്പൊ അതൊരു വലിയൊരു പ്രശ്നമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറഞ്ഞ ഈ ഒരു മാസം നമുക്ക് ഗവൺമെന്റ് ഭക്ഷ്യദാന കിറ്റ് എല്ലാവർക്കും കൊടുക്കണം എന്ന് പറയണം. അപ്പൊ അറിയിക്കാനുണ്ട്. കാരണം ഇന്നടക്കം എന്നെ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ എന്റെ അടുത്ത് പല ആൾക്കാരും വിളിച്ചു ചോദിക്കുന്നു, മെമ്പറെ ഞങ്ങൾക്കൊരു വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഭക്ഷ്യക്കിറ്റ് കിട്ടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരുമെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. എനിക്കിത് ഇപ്പൊ നിങ്ങൾ ചാനൽ മുഖാന്തരം എനിക്ക് പറയാനുള്ളത്, അവർക്ക് ഈ പറയുന്ന മൂന്ന് വാർഡിലും എല്ലാ ആൾക്കാർക്കും ഭക്ഷ്യക്കിറ്റ് കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കണം. അടിയന്തര സഹായമായ 10,000 നമുക്കറിയാം. ആദ്യം എല്ലാ വാർഡുകളും 3 വാർഡുകളും പൂർണ്ണമായി എഫക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അത് ഘട്ടം ഘട്ടം മാറി ഈ ബാധിച്ച ഭാഗങ്ങൾ മാത്രം എഫക്റ്റഡായി പ്രഖ്യാപിക്കുകയും അതിന്റെ ശേഷം അവർക്ക് 10,000 അതുപോലെ തന്നെ 50+9 18,000 രൂപ കൊടുക്കുകയും വാടക കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മേപ്പാടി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെയും കൂടി ഈ പറയുന്ന വീടിന്റെ ലിസ്റ്റുകളും തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഈ 3 വാർഡുകളെ മത്തായി കമ്മീഷൻ റിപ്പോർട്ട് 30 മീറ്റർ ആണെങ്കിൽ പറയുന്നുണ്ട് ശരി, ഞങ്ങൾ അതിനെ 50 മീറ്റർ പരിഗണിച്ചുകൊണ്ട് 50 മീറ്റർ എടുത്തുകൊണ്ട് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം 50 മീറ്റർ എടുത്തുകൊണ്ട് ഞങ്ങളൊരു വ്യക്തമായിട്ട് ലിസ്റ്റും കാര്യങ്ങളും തയ്യാറാക്കി. അത് സർവകക്ഷി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർവകക്ഷികളും വിളിക്കുകയും എന്റെ വാർഡിൽ തന്നെ 5 പാർട്ടി എല്ലാ